Hi all, this is Meera. Welcome back to our channel High School Max PSC. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2017 കേരള PSC വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2017 ഈ ഒരു പോസ്റ്റിലേക്ക് 3 എക്സാംസ് ആണ് നടന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിന്റെ ഡിസ്കഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 എക്സാമിലെയും കണക്കു ചോദ്യങ്ങളുടെ വിശദമായ വീഡിയോസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലേക്ക് നടന്ന എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആ ഒരു എക്സാമിന്റെ മെയിൻ ടോപ്പിക്സ് നമുക്ക് നോക്കാം. പാർട്ട് 1 ജനറൽ നോളജ് കറന്റ് അഫയേഴ്സ് റിനേസൻസ് ഇൻ കേരള 60 ക്വസ്റ്റ്യൻസ്, പാർട്ട് 2 ജനറൽ ഇംഗ്ലീഷ് 20 ക്വസ്റ്റ്യൻസ്, പാർട്ട് 3 സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി 20 ക്വസ്റ്റ്യൻസ്. മാക്സിമം 100 മാർക്ക്, ഡ്യൂറേഷൻ 1 മണിക്കൂർ 15 മിനിറ്റ് ആണ്. മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സിലബസ് വൈസ് ഉള്ള മാത്സ് ബേസിക് ക്ലാസ്സസും അവൈലബിൾ ആണ്. വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 134/2017, ടോട്ടൽ 100 മാർക്ക്, ടൈം ഡ്യൂറേഷൻ തന്നിരിക്കുന്നത് 1 മണിക്കൂർ 15 മിനിറ്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി നീലഗിരി. നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് നീലഗിരി. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത്? ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ബാരൻ ദ്വീപ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി? ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ. ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? സത്ലജ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ. ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്നത്? ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്നത് ഗോദാവരിയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഇന്ത്യൻ നാവിക സേനാ ദിനം? ഇന്ത്യൻ നാവിക സേനാ ദിനം ഡിസംബർ 4. ഇന്ത്യൻ നാവിക സേനാ ദിനം ഡിസംബർ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം ട്രിവാൻഡ്രം. തിരുവനന്തപുരമാണ്. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ പൃഥ്വി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ പൃഥ്വിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അമേരിക്ക. വാരണാസി ഏത് നദീതീരത്താണ്? ഗംഗ. വാരണാസി ഏത് നദീതീരത്താണ്? ഗംഗ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ മൂളാർ തടാകം ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂളാർ അല്ല, വൂളാർ ആണ്. വൂളാർ തടാകമാണ്. വൂളാർ ലേക്ക് ജമ്മു കാശ്മീരാണ്. അപ്പൊ ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ജമ്മു കാശ്മീർ ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വൂളാർ തടാകം ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ജമ്മു കാശ്മീരാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള ഭാഗം പ്രതിപാദിക്കുന്നത് പൗരത്വം. ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള ഭാഗം പ്രതിപാദിക്കുന്നത് പൗരത്വം. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1 ഇന്ത്യയുടെ പ്രഥമ പൗരൻ? ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ് ആണ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്? രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് 1976 ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ? ഓപ്ഷൻ സി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്ത ക്വസ്റ്റ്യൻ, 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്.
അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി മജിസ്ട്രേറ്റ് കോടതി. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി മജിസ്ട്രേറ്റ് കോടതി. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005-ലാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005-ലാണ്. ലോക ഭൗമ ദിനം ഏപ്രിൽ 22. ലോക ഭൗമ ദിനം ഏപ്രിൽ 22. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? തൃശൂർ. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? തൃശൂർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഓപ്ഷൻ ബി ചൂളന്നൂർ. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ പശ്ചിമഘട്ടം. പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം. പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്റർ ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ ആണ്. കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആന. മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആന. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത്. കേരളത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് 2002-ലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് 1940-ആണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് 1940-ആണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതാര്? ശ്രീ ചിത്തിര തിരുനാൾ. അടുത്ത ക്വസ്റ്റ്യൻ, 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിദ്യാധി രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. വിദ്യാധി രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപം നടന്ന വർഷം 1812. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം ചമ്പാരൻ സമരം. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം റൂർക്കല. ISRO രൂപീകൃതമായത്. ISRO രൂപീകൃതമായത് 1969-ലാണ്. ഇന്ത്യയുടെ ചന്ദ്രപര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ. ഇന്ത്യയുടെ ചന്ദ്രപര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയാക്കിയ സംഭവം. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയാക്കിയ സംഭവം ചൗരി ചൗര സംഭവം. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം ചിന്നാർ വന്യജീവി സങ്കേതം. ലോക ജലദിനം മാർച്ച് 22-ആണ്. ലോക ജലദിനം മാർച്ച് 22-ആണ്. അടുത്തത് 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2016-ലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ചിലി. 2016-ലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ചിലി. സച്ചിൻ തെണ്ടുൽക്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം 1994. സച്ചിൻ തെണ്ടുൽക്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം 1994-ആണ്. 2018-ലെ ഫിഫ വേൾഡ് കപ്പിന്റെ
വേദി? 2018 ഫിഫ വേൾഡ് കപ്പിന്റെ വേദി റഷ്യ. 54 ക്വസ്റ്റ്യൻ നമ്പർ 54 നോക്കാം. റിയോ ഒളിമ്പിക്സിൽ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കാരണം ഇത് റിയോ ഒളിമ്പിക്സ് 2016 റിയോ ഒളിമ്പിക്സിന്റെ കേസാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടക, തമിഴ്നാട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് സിയാച്ചിൻ. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് സിയാച്ചിൻ. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴാണ്. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴാണ്. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഓക്കെ, 60 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി 20 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 61 ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ഫോളോ മൈ ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി. അപ്പോൾ ഇവിടെ ഇഫ് യു ഫോളോ മൈ ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി ഇവിടെ എന്താണ് വരിക? അതായത് ഇവിടെ ഫസ്റ്റ് ഇഫ് യു ഫോളോ മൈ ഇൻസ്ട്രക്ഷൻ, ഫോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്, V1 ഫോം ആണ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് മെയിൻ ക്ലോസിൽ എന്താണ് വരേണ്ടത്? ഷാൾ അല്ലെങ്കിൽ വിൽ അല്ലെങ്കിൽ മേ അല്ലെങ്കിൽ ക്യാൻ പ്ലസ് V1 ഫോം ആണ്, വെർബിന്റെ V1 ഫോം ആണ് വരേണ്ടത്. ഇവിടെ നോക്കുക, ഈഫ് ക്ലോസിൽ വന്നിരിക്കുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ വരേണ്ടത് ഷാൾ ഓർ വിൽ ഓർ മേ ഓർ ക്യാൻ പ്ലസ് V1 ആണ്. അപ്പോൾ ആൻസർ ഏതാണ് വരിക? യു വിൽ ഫൈൻഡ്. ഫൈൻഡ് എന്ന് പറയുന്നതല്ലേ വെർബിന്റെ ഫസ്റ്റ് ഫോം തന്നെയാണ്. അപ്പം യു വിൽ ഫൈൻഡ് ഇറ്റ് ക്വയറ്റ് ഈസി. ഇഫ് യു ഫോളോ മൈ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി യു വിൽ ഫൈൻഡ് ഇറ്റ് ക്വയറ്റ് ഈസി. അടുത്ത ക്വസ്റ്റ്യൻ, യു ആർ മൈ ക്ലോസ് ഫ്രണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിരിക്കുന്നത് യു ആർ മൈ ക്ലോസ് ഫ്രണ്ട്. അപ്പോൾ ഇതിലൊന്നും തന്നെ ഒരു നെഗറ്റീവ് വേർഡ് ഇല്ല. അപ്പോൾ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. അപ്പം നമ്മുടെ ഈ വരേണ്ട ക്വസ്റ്റ്യൻ ടാഗിൽ എന്താണ്? ഒരു നോട്ട് ഇൻറ്റ് വരണം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിനകത്ത് ഇത് ആർ യു, ഇത് യു ആർ, ഇത് ആർ ഇൻ യു. യു ആർ മൈ ക്ലോസ് ഫ്രണ്ട് ആർ ഇൻ യു. അപ്പോൾ ഇവിടെ ആർ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നെഗറ്റീവ് വരണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഡാഷ് ഓൾറെഡി ഡാഷ് ദ റെയിൽവേ സ്റ്റേഷൻ. ഐയുടെ കൂടെ ഇവിടെ വന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയേ. ഈസ്, ഐ ഹാസ്, ഐ ഹാവ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഐ ഡിഡ് റീച്ച്ഡ്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു സെന്റൻസിൽ ഡിഡും റീച്ച്ഡും. അപ്പം ഡിഡ് പ്ലസ് റീച്ച് എന്ന് പറയുന്നതാണ് റീച്ച്ഡ് എന്ന് വരുന്നത്. അപ്പോൾ ഒരു സെന്റൻസിൽ തന്നെ ഡിഡും റീച്ച്ഡൂടെ വരത്തില്ല. അപ്പോൾ ഇവിടെ വരേണ്ടത് എന്താണ്? ഐ ഹാവ് ഓൾറെഡി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഞാൻ ഓൾറെഡി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഐ ഹാവ് ഓൾറെഡി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വി ഷുഡ് റെസ്പെക്ട് ആൻഡ് കെയർ അവർ കസ്റ്റമേഴ്സ് ബിക്കോസ് ദേ ആർ. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അതായത് വി ഷുഡ് റെസ്പെക്ട് ആൻഡ് കെയർ അവർ കസ്റ്റമേഴ്സ്. നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം, അവരെ കെയർ ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ബിക്കോസ് ദേ ആർ അവർ ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് എന്താണ്? ബേസിക് സോഴ്സ് ഓഫ് ഇൻകം ആണ്. അതായത് നമുക്ക് അന്നം തരുന്നതെന്ന് പറയത്തില്ലേ, ബ്രെഡും ബട്ടറും വാങ്ങാനായിട്ടുള്ള പൈസ തരുന്നത് എന്തുകൊണ്ടാണ്? ഈ കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടാണ്. അപ്പം വി ഷുഡ് റെസ്പെക്ട് ആൻഡ് കെയർ അവർ കസ്റ്റമേഴ്സ് ബിക്കോസ് ദേ ആർ അവർ ബ്രെഡ് ആൻഡ് ബട്ടർ. അടുത്തത്, യോഗ ഈസ് ഡാഷ് ബെസ്റ്റ് എക്സസൈസ് ഫോർ അവർ മൈൻഡ് ആൻഡ് ബോഡി. എ ആണോ, ആനാണോ, ദി ആണോ? യോഗ ഈസ് ദി ബെസ്റ്റ് എക്സസൈസ്. ഇവിടെ ബെസ്റ്റ് വരുമ്പോഴേ ഓർത്തോണം, ഇവിടെ വരുന്നത് എന്താണ്? ദി ആണ്. യോഗ ഈസ് ദി ബെസ്റ്റ് എക്സസൈസ് ഫോർ അവർ മൈൻഡ് ആൻഡ് ബോഡി. പിക്ക് ഔട്ട് ദ കറക്റ്റ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഈ കണ്ടംപററി എന്നുള്ളതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് വേണ്ടത്. അത് ഓപ്ഷൻ എ ആണ്. CONTEMPORARY. കണ്ടംപററി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഡാഷ് റിവാർഡ്സ് ഫോർ മൈ സർവീസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ സർവീസിന് റിവാർഡ്സ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, വാങ്ങാനായിട്ട്, സ്വീകരിക്കുവാനായിട്ട്. ആ ഒരു മീനിങ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ACCEPCT. അക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കുക എന്നാണ് അർത്ഥം. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു അക്സെപ്റ്റ് റിവാർഡ്സ് ഫോർ മൈ സർവീസ്. അടുത്ത ക്വസ്റ്റ്യൻ, വി ആർ പ്ലാനിങ് എ ട്രക്കിംഗ് ട്രിപ്പ് ഡാഷ് മൂന്നാർ ഡാഷ് അവർ വെക്കേഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്.
വി ആർ പ്ലാനിങ് എ ട്രക്കിംഗ് ട്രിപ്പ് ടു മൂന്നാർ. മൂന്നാറിലേക്ക് ഒരു ട്രക്കിംഗ് ട്രിപ്പ് പ്ലാനിങ് ചെയ്യുന്നുണ്ട് ഡ്യൂറിങ് അവർ വെക്കേഷൻ, നമ്മുടെ വെക്കേഷൻ ഇടയിൽ. അടുത്തത് വെൻ വി റീച്ച് ദ സ്റ്റേഡിയം ദ പ്ലേയേഴ്സ് ഡാഷ് ദ പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയാൽ ലെഫ്റ്റ്, ലിവ്, ആർ ലീവിങ്, ഹാഡ് ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ഞങ്ങൾ സ്റ്റേഡിയത്തിൽ എത്തിയപ്പോഴത്തേക്കും ആ പ്ലേ ഗ്രൗണ്ടിൽ നിന്നും പ്ലേയേഴ്സ് പോയിരുന്നു എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ആണ്, രണ്ടും പാസ്റ്റിൽ നടന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യം നടന്നു. അതിൽ ആദ്യം നടന്ന കാര്യം എപ്പോഴും എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് വേണം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. ഇനി സെക്കൻഡ് നടന്ന കാര്യം, രണ്ടാമത് നടന്ന കാര്യം എന്താണ്, സിമ്പിൾ പാസ്റ്റിലായിരിക്കണം. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ V2 ഫോം ആണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഞങ്ങൾ സ്റ്റേഡിയത്തിൽ വന്നു എന്നുള്ളതാണ് ഒരു ആക്ഷൻ, മറ്റൊന്ന് പ്ലെയേഴ്സ് അതിന് മുമ്പേ അവിടെ നിന്ന് പോയിരുന്നു. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ആദ്യം നടന്ന എന്താണ്, പ്ലെയേഴ്സ് അവിടെ നിന്ന് നടന്നുപോയി. അപ്പോൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹാഡ് പ്ലസ് ലെഫ്റ്റ് V3 ഫോം ആണ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടാമത് നടന്ന കാര്യം, അത് റീച്ച്ഡ്, സിമ്പിൾ പാസ്റ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്, വെർബിന്റെ V2 ഫോം. വെൻ വി റീച്ച് ദ സ്റ്റേഡിയം ദ പ്ലെയേഴ്സ് ഹാഡ് ലെഫ്റ്റ് ദ പ്ലേ ഗ്രൗണ്ട്. 17th one, after the security check the flight dash, took to, took down, took after, took off. took off ആണ് ആൻസർ. took off എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, after the security check the flight took off. security checkന് ശേഷം ഫ്ലൈറ്റ്, അത് അതിൻ്റെ യാത്ര പുറപ്പെട്ടു എന്നുള്ളതാണ് മീനിങ്. The girl danced gracefully before the audience. Pick out the odd verb from the sentence. അപ്പോൾ odd verb എന്ന് പറയുമ്പം ഈ ഒരു സെന്റൻസിലെ വെർബിനെ എന്താണ് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഗേൾ ഡാൻസ്ഡ്, ഡാൻസ് ചെയ്തെന്നുള്ളതാണ് ഇവിടുത്തെ ആ ഒരു വെർബ്. അതെങ്ങനെയാണ് പറയുന്നത്, ഗ്രേസ്ഫുള്ളി. അപ്പം ഗ്രേസ്ഫുള്ളി എന്നുള്ളതാണ് ഇവിടുത്തെ ആഡ് വെർബ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 72, the weather forecast predicts a cloudy day. Pick out an adjective pick out an adjective from the above sentence. അപ്പോൾ ഇതിനകത്ത് നേരത്തെ ആഡ് വെർബ് അല്ലേ പറഞ്ഞു, ഇപ്പോൾ അഡ്ജക്റ്റീവ് ആണ് പറയുന്നത്, അതായത് നൗണിനെ വിശേഷിപ്പിക്കുന്നത്. ദ വെദർ ഫോർകാസ്റ്റ് പ്രെഡിക്ട്സ് എ ക്ലൗഡി ഡേ. ഇപ്പൊ ഡേ എന്നുള്ള ആ ഒരു നൗണിനെ അതിനെ വിശേഷിപ്പിക്കുന്നതാണ് ക്ലൗഡി ഡേ. അപ്പൊ ഇവിടുത്തെ എന്താണ് വരിക, അഡ്ജക്റ്റീവ് ക്ലൗഡി. ചൂസ് എ സെന്റൻസ് ദാറ്റ് ഹാസ് ആൻ എറർ ഇൻ ഇറ്റ്. They walk in a moderate speed. The children wants to play. The baby is crying loudly. The members will pay the bill. ഇതിലെ റോങ് ആയിട്ടുള്ളത്, എറർ ഉള്ളത് ഏതാണ്, the children wants to play. ഇവിടെ എന്താണ് വേണ്ടത്, children want to play. അത് എന്തുകൊണ്ടാണ്, ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി, ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം പേരുണ്ട്, പ്ലൂറൽ ആണ്. അപ്പോൾ പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ഫോം ചേർക്കാൻ പാടില്ല. ഇവിടെ വാൻഡ് എന്നാണ് വരേണ്ടത്. ഇവിടെ ദ ചൈൽഡ് ആയിരുന്നെങ്കിൽ ദ ചൈൽഡ് വാൻസ് ടു പ്ലേ എന്ന് വരുന്നേനെ. ഇത് ചിൽഡ്രൻ ആണ്, അതുകൊണ്ട് തന്നെ ഇത് വാൻഡ് എന്നാണ് വരേണ്ടത്. അടുത്തത് ജാൻസി റാണി വാസ് ഡാഷ് ദാൻ എനി അതർ ക്യൂൻ ഇൻ ഇന്ത്യ. ഫീബ്ലർ, ഇൻഫീരിയർ, സ്ട്രോങ്ങർ, ലോവർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ സ്ട്രോങ്ങർ ദാൻ, ഇന്ത്യയിലെ ബാക്കി ക്യൂൻസിനേക്കാളും സ്ട്രോങ്ങർ ആണ് ജാൻസി റാണി. ദ പോലീസ് ഓഫീസർ ഇന്റർഗേറ്റഡ് ദ അക്യൂസ്ഡ് പേഴ്സൺ. റീപ്ലേസ് ദ അണ്ടർലൈൻ വേർഡ് വിത്ത് ഇറ്റ് സിനോണിയം. സിനോണിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മീനിങ് ഉള്ളത്. ഇന്റർഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനാണ് ഇന്റർഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അതിനോട് സെയിം ആയിട്ടുള്ള അതിന്റെ സിമിലർ മീനിങ് ഏതിനാണ്, ക്വസ്റ്റ്യൻ്റെ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇവന്റ് മാനേജർ അബ്യൂസ് സ്റ്റാഫ് ആഫ്റ്റർ ദ പ്രോഗ്രാം. The event manager abused. Find out the antonyms of the underlined word. അപ്പോൾ അബ്യൂസ്ഡിന്റെ അന്റോണിയം എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്പോസിറ്റ് മീനിങ്. അപ്പോൾ ഇവിടെ ഡിസപ്രൂവ്ഡ്, ഡിസ്ട്രോയ്ഡ്, ക്വാറൽഡ്, പ്രൈസ്ഡ്. അപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ് ഏതാണ്, പ്രൈസ്ഡ്. അപ്പോൾ ഇവിടെ അബ്യൂസ് ചെയ്തു സ്റ്റാഫിനെ, പ്രോഗ്രാമിന് ശേഷം ഇവന്റ് മാനേജർ അബ്യൂസ് ചെയ്തു. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്, പുകഴ്ത്തി, പ്രൈസ് ചെയ്തു, പ്രൈസ്ഡ് എന്നുള്ളതാണ്. The angry young man shouted, "Here we have a government by the officers." Choose an option which correctly matches the underlined part. Democracy, autocracy, bureaucracy, aristocracy. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്, ബി ആണ്. അതായത് ഗവൺമെന്റ് ബൈ ദ ഓഫീസേഴ്സ്. ഒരു സിസ്റ്റം, ഒരു ഗവൺമെന്റ് സിസ്റ്റം, അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് ഓഫീസേഴ്സ്, അതിനെയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എ ഡാഷ് ഫ്ലൈസ് gathered around the electric bulb in the evening. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലൈസ് ആണ് വരുന്നത്. ഫ്ലൈസിന്റെ മുമ്പിൽ വരുന്ന കളക്റ്റീവ് നൗൺ ഏതാണ്, സ്വാം ഓഫ്. എ സ്വാം ഓഫ് ഫ്ലൈസ് gathered around the electric bulb in the evening. Sheija dash a surprise gift by her
friends tomorrow. അപ്പോൾ tomorrow എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇത് ഫ്യൂച്ചർ ആണ്. Choose the correct passive verb from the following. Will be given, will give, would give, is given. അതായത് ഇവിടെ ഇത് ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ആണ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ പാസീവ് വോയിസിൽ എങ്ങനെയാണ് വരിക? വിൽ ബി പ്ലസ് വി ത്രീ ആണ്. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ആണ്, ടുമോറോ നാളത്തെ കാര്യമാണ്, സിമ്പിൾ ഫ്യൂച്ചർ ആണ്. പാസീവ് വോയിസ് വരുമ്പോഴത്തേക്കും എന്താണ് വരുന്നത്? വിൽ ബി പ്ലസ് വി ത്രീ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? വിൽ ബി പ്ലസ് വി ത്രീ. വിൽ ബി എന്നുള്ളത് ഇവിടെ മാത്രമല്ലേ, ഓപ്ഷൻ എ അല്ലേ ഉള്ളൂ. വിൽ ബി പ്ലസ് വി ത്രീ അല്ലേ ഗീവിന്റെ ഗിവൺ എന്നുള്ളത് വന്നിരിക്കുന്നു. അപ്പം വിൽ ബി ഗിവൺ. ഷീജ വിൽ ബി ഗിവൺ എ സർപ്രൈസ് ഗിഫ്റ്റ് ബൈ ഹർ ഫ്രണ്ട്സ് ടുമോറോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇംഗ്ലീഷിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മനോജ് ആസ്ക്ഡ് ലക്ഷ്മി വിൽ യു ഗീവ് മീ യുവർ നോട്ട്ബുക്ക്. ചൂസ് ദ കറക്റ്റ് റിപ്പോർട്ടഡ് സെന്റൻസ് ഇഫ് എനി ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ മനോജ് ആസ്ക്ഡ് ലക്ഷ്മി വെദർ വന്നു. പിന്നീട് നോക്കിയേ, ഇവിടെ പാസ്റ്റ് ആണ്, അപ്പോൾ ഇവിടെ എന്താണ്? വില്ലാണ് അവരുടെ, വുഡ് വരണം. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണുള്ളത്. മനോജ് ആസ്ക്ഡ് ലക്ഷ്മി വെദർ ഷീ വുഡ് ഗീവ് ഹിം ഹെർ നോട്ട്ബുക്ക്. അപ്പോൾ ഇവിടെ ബോത്ത് എ ആൻഡ് ബി കറക്റ്റും ബോത്ത് എ ആൻഡ് ബി റോങ്ങും ഉണ്ട്. ഇവിടുത്തെ ഇതിപ്പോൾ ഷീ വിൽ ഗീവ് എന്നുള്ള അതേ രീതിയിൽ തന്നെ വരത്തില്ല, ഇവിടെ ഇപ്പം പാസ്റ്റ് ആയതുകൊണ്ട്. അപ്പം മനോജ് ആസ്ക്ഡ് ലക്ഷ്മി വെദർ ഷീ വുഡ് ഗീവ് ഹിം ഹെർ നോട്ട്ബുക്ക്. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം നമ്മുടെ ഇനി വരുന്ന ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 20 കണക്ക് ചോദ്യങ്ങളാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.